ദൈവത്തിന് സ്തോത്രം. ഇന്നലെ ഞങ്ങൾ ആരാധനയ്ക്കായി കടന്നുപോയത് ഇസ്ലാംപൂർ എന്ന സ്ഥലത്തേക്കാണ്. ജഹാനാബാദ് ജില്ലയിലെ ഇസ്ലാംപൂർ. നമ്മളുടെ കൂട്ട് സഹോദരൻ പാസ്റ്റർ വി പി ദാസ്, ചില വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം അവിടെ കടന്നു വന്നു. അദ്ദേഹത്തെ അവിടേക്ക് അയക്കുവാൻ ദൈവാത്മാവ് സഹായിച്ചു. ഒരു വിശ്വാസി പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചു. ദൈവകൃപയാൽ ഇന്ന് 30-ൽ അധികം ഗ്രാമങ്ങളിൽ വിശ്വാസികളെ ദൈവം നൽകി. 5 പേര് പോലും ആരാധനയ്ക്ക് കടന്നു വരുവാനില്ലാത്ത സ്ഥിതിയിലായിരുന്നു ആദ്യത്തെ വർഷങ്ങൾ. എന്നാൽ ചില വർഷങ്ങൾ കഴിയുമ്പോൾ, ഇന്നലെ ഞങ്ങൾ അവിടെ കടന്നു ചെന്നപ്പോൾ വയലിൽ ഒരു ഷെഡ്, മുള കൊണ്ട് ഉണ്ടാക്കിയ അതിൻ്റെ വാൾസ്, പലപ്പോഴും അവിടെയുള്ള ദറി, അതായത് വിരിക്കുന്ന പ്ലാസ്റ്റിക്, മറ്റ് സാധനങ്ങളൊക്കെ കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. എതിർപ്പുകൾ. ആളുകൾ വരുന്നു, അവിടെ എന്താണ് നടക്കുന്നതെന്നറിയുവാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു, വീഡിയോ എടുക്കുന്നു, നമ്മളറിയാതെ മെസ്സേജ് റെക്കോർഡ് ചെയ്യുവാൻ ശ്രമിക്കുന്നു. എതിർപ്പുകൾ. എന്നാൽ ആ എതിർപ്പുകളുടെ മധ്യത്തിൽ ഇന്നലെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ 100 കണക്കിന് ആളുകൾ, ഏതാണ്ട് 200-ഓ 300-ഓ ഒരുപക്ഷെ അതിലധികമോ ആളുകൾ ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി എത്തിയിരിക്കുകയാണ്. 2 കിലോമീറ്റർ ദൂരത്ത് നിന്നും 10 കിലോമീറ്റർ ദൂരത്ത് നിന്നുമൊക്കെ അവർ എത്തിയിരിക്കുകയാണ്. അവരിൽ ആരും ഒരു കാറിൽ വന്നവർ ഇല്ല. അതിരാവിലെ അവർ ഭവനത്തിൽ നിന്നും ഇറങ്ങണം. അവരിൽ ഒരാൾ പോലും അവരുടെ മാതാപിതാക്കൾ ഈ കർത്താവിനെ ആരാധിച്ചിരുന്നു, അവർ സൺഡേ സ്കൂളിൽ പോയവരാണ് എന്നൊരു സാക്ഷ്യം പറയുവാൻ ഉള്ള ആരും തന്നെ ആ കൂട്ടത്തിൽ കാണില്ല. കഴിഞ്ഞ ചില വർഷങ്ങളുടെ പ്രാർത്ഥനയുടെയും അധ്വാനത്തിൻ്റെയും ഫലം, അവർ യേശുവിനെ അറിഞ്ഞ് യേശുവിനെ ആരാധിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച അതാണ്. ലോകത്തിലെ ഏത് മനോഹരമായ പർവ്വതനിരകളെ കാണുന്നതിനേക്കാളും, ഏത് മനോഹരമായ സൂര്യോദയവും സൂര്യാസ്തമനവും കാണുന്നതിനേക്കാളും, സമുദ്രം കാണുന്നതിനേക്കാളും, ഏത് മനോഹരമായ പൂന്തോട്ടം കാണുന്നതിനേക്കാളും, എത്ര മനോഹരമായ ഒരു സ്ഥലത്തുകൂടെ യാത്ര ചെയ്യുന്നതിനേക്കാളും മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ കാണുവാൻ ദൈവം സഹായിക്കുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം വർഷങ്ങൾ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു വിശ്വാസിയെ പോലും കണ്ടിട്ടില്ല. ഇസ്ലാംപൂർ എന്ന സ്ഥലത്തേക്ക് യാത്ര വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുൻപ് തുടർച്ചയായി അവിടേക്ക് പോകുമായിരുന്നു. അവിടെയുള്ള ഒരു ഗ്രാമത്തിൽ പോയി താമസിക്കുമായിരുന്നു. എന്നാൽ ഒരു വിശ്വാസിയെ പോലും കണ്ടിട്ടില്ല. എന്നാൽ ആ സ്ഥാനത്ത് ഇന്ന് 100 കണക്കിന് വിശ്വാസികൾ എതിർപ്പുകളുടെ മധ്യത്തിലും ധൈര്യത്തോടെ ദൈവത്തെ ആരാധിക്കുന്നവർ. അവിടെ ആ ഹാളിലേക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ അവിടെ നിൽക്കുന്നവർക്ക് നമ്മളെ പരിചയമുണ്ടായിരിക്കണം. വാതിൽക്കൽ നിൽക്കുന്ന സഹോദരിക്ക് നമ്മളെ പരിചയമുണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ അവർ ആവശ്യപ്പെട്ട് നിൽക്കുക. ഒരു ഫോമൊക്കെ കൊടുക്കും. ആ ഫോം ഫില്ല് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്തിനാണ് അവിടെ വന്നതെന്നറിയണം, എവിടെ നിന്നാണ് വന്നതെന്നറിയണം. കാരണം അത്രയ്ക്ക് എതിർപ്പുകൾ. കഴിഞ്ഞ ആഴ്ചയും അവിടെ ആളുകൾ വരികയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യും. ചില ആഴ്ചകൾക്ക് മുൻപ് പത്രപ്രവർത്തകർ എന്ന പേരിൽ വന്ന ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര പണം കിട്ടി? നിങ്ങളെ ആരാണ് നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവരുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ പണം വാങ്ങിക്കുകയല്ല, ഞങ്ങൾ പണം കൊടുക്കുകയാണ്. നിങ്ങളെ ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? ഞങ്ങളെ യേശുവാണ് ഇവിടെ കൊണ്ടുവന്നത്.
നിങ്ങളെ ആരാണ് പ്രലോഭിപ്പിച്ചത്? ഞങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രലോഭിപ്പിച്ചത്. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ഞങ്ങൾക്ക് സമാധാനം ലഭിച്ചു. പണ്ട് ഞങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരായിരുന്നു. പണ്ട് ഞങ്ങൾ അനേക സ്ഥലങ്ങളിൽ സമാധാനത്തിന് വേണ്ടി പോയവരാണ്. ധാരാളം പണം മുടക്കിയവരാണ്. യേശു ഞങ്ങൾക്ക് സമാധാനം നൽകി. ചിലർ പറയുന്നു യേശു എൻ്റെ രോഗത്തെ സൗഖ്യമാക്കി. മറ്റു ചിലർ പറയുന്നു യേശു എന്നിലുണ്ടായിരുന്ന അശുദ്ധാത്മാവിനെ പുറത്താക്കി. അവർ യേശുവിൻ്റെ സാക്ഷ്യം പറയുകയാണ്. എത്ര മനോഹരമായ കാഴ്ചയാണ്! അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എറണാകുളം ജില്ലയുടെ ഒരു ഭാഗത്തു നിന്നും ബീഹാറിലേക്ക് കടന്നു വരുവാൻ ഒരു സുവിശേഷകൻ തയ്യാറായപ്പോൾ, തൻ്റെ ഭാര്യ തന്നോടൊപ്പം പ്രവർത്തിക്കുവാൻ തയ്യാറായപ്പോൾ, അവിടെ താമസിക്കുവാൻ തയ്യാറായപ്പോൾ, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ചില കാഴ്ചകൾ കാണുവാൻ അവരെയും അവരോടൊപ്പമുള്ളവരെയും കർത്താവ് സഹായിക്കുകയാണ്. അനേകരുടെ ജീവിതത്തിന് വ്യത്യാസം വരികയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മാത്രം പ്രയോജനം ഉണ്ടായാൽ മതിയോ? നമ്മളൊരു സഭയിൽ പാട്ടുപാടുന്നുണ്ടെന്നോ കീബോർഡ് വായിക്കുന്നുണ്ടെന്നോ പ്രബോധനം പറയുന്നുണ്ടോ എന്ന് പറയുന്നത് നല്ല കാര്യമാണെങ്കിലും അത്യാവശ്യമായ കാര്യം സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് സുവിശേഷത്തിൻ്റെ വാഹകരായി നമ്മൾ പോകുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മളെ ഒരു ഉപകരണമായി ദൈവം ഉപയോഗിക്കും. ഒരു ആശാരിയുടെ കയ്യിൽ ഒരു ഉളി കിട്ടിയാൽ എത്ര മനോഹരമായ രൂപങ്ങൾ, എത്ര മനോഹരമായ കാര്യങ്ങൾ ആ ഉളി കൊണ്ട് തനിക്ക് ചെയ്യുവാൻ കഴിയും. യെസ്, ജീസസ് ഈസ് ദ കാർപ്പൻ്റർ. വി ആർ ദ സ്മോൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ഹിസ് ഹാൻഡ്സ്. നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങളായി മാറുമ്പോൾ ഒരു ആശാരി ഒരു തടിയിൽ ഒരു ഉളി കൊണ്ട് മനോഹരമായ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത് പോലെ കർത്താവിന് നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയും. അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ. God bless you.